ഹായ്, വെൽക്കം ടു കുമ്മഡോർ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ക്ലൈന്റ് ഡാഷ്ബോർഡ് ആണ്. ഇത് നമ്മളൊരു പുതിയ ഫീച്ചറാണ്. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയാണ് ക്ലൈന്റ് ഡാഷ്ബോർഡ് ഉള്ളത്. ഇവിടെ നമുക്കൊരു ക്ലയന്റിന്റെ ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഇവിടെ നമുക്ക് ക്ലയന്റിനെ സെലക്ട് ചെയ്യാം. ഞാൻ A1 അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലയന്റിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ പേര് കാണാം, മെയിൽ അഡ്രസ്സ് കാണാം, ഫോൺ നമ്പർ കാണാം. അതുപോലെ തന്നെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്ലയന്റിനുള്ള ടാസ്കുകൾ ഏതൊക്കെ സ്റ്റേജിലാണ് കിടക്കുന്നത്, അത് എത്രണ്ണം വീതമുണ്ട്, ഇന്ന് ഡ്യൂ ആവുന്ന ഈ ഒരു ക്ലയന്റിന്റെ ടാസ്കുകൾ ഉണ്ടോ, ഓവർ ഡ്യൂ ആയി കിടക്കുന്ന എത്രണ്ണം ഉണ്ട്, കംപ്ലീറ്റഡ് ആയിട്ടുള്ള A1 അസോസിയേറ്റ്സിന്റെ ടാസ്കുകൾ എത്രണ്ണം ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു സ്പ്ലിറ്റ് ഇവിടെ ടോപ്പിൽ ടൈൽസ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. ഇപ്പൊ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കിട്ടും. ഇനി താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ക്ലയന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ ചെയ്തേക്കുന്ന ആക്ടിവിറ്റീസ് ആണ് റീസെന്റ് ആൻഡ് അപ്കമിങ് ടാസ്കുകൾ. അപ്പോൾ ഇതെല്ലാമാണ് ആ ടാസ്കുകൾ. നമുക്കിത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്കിന്റെ ഉള്ളിൽ പോയി നമുക്ക് അതിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടാസ്ക് വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും കിടക്കുന്ന ടാസ്കുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്ന A1 അസോസിയേറ്റ്സിന്റെ വർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയാണ് ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലയന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ ഇതുവരെ എത്ര രൂപയുടെ വർക്ക് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര രൂപ അദ്ദേഹത്തിന് ബില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അത് ഈ മാസത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ, ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് ഇതുവരെ ഈ ക്ലയന്റ് വന്നിട്ട് ഇത്ര നാളായിട്ട് എത്ര രൂപയാണ് നമ്മൾ ബില്ല് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.